ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തമ്പനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ സ്ലീവിൻ്റെ അളവൊന്നും എടുക്കാതെ സ്ലീവ് അധികം തയ്ക്കാൻ അറിയാത്ത ആളുകൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിളായി തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റ അളവ് എടുക്കേണ്ട സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഏത് അളവ് ഡ്രസ്സാണുള്ളത്, ചുരിദാറിൻ്റെ ആയാലും സാരി ബ്ലൗസിൻ്റെ ആയാലും ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന, ഉപയോഗിക്കാവുന്ന, നൈറ്റിക്കായാലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒന്നൊരു കുഞ്ഞൊരു ലൈക്കും കൂടി തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ യൂസ്ഫുള്ളായ ഒരു ചെറിയ കമൻറ്റും കൂടി തരണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഈ ഒരു സാരി ബ്ലൗസാണ് എടുത്തു വച്ചിരിക്കുന്നത്. സാരി ബ്ലൗസ് നമ്മുടെ ഷോർട്ട്സാണ് സ്ലീവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് എങ്ങനെ അളവെടുക്കാതെ, സ്ലീവിൻ്റെ ഒറ്റ അളവെടുക്കാതെ നമുക്ക് ചെയ്യുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്ലീവിന് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തുണി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ലീവിനുള്ള മെറ്റീരിയലാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരെണ്ണം കേട്ടോ, രണ്ടെണ്ണം എടുക്കണം. ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം എടുക്കണം. എടുക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഈക്വലായിട്ട് വരണം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈക്വലായിട്ട് തന്നെ വരണം, ഇങ്ങനെ വയ്ക്കണം. അങ്ങനെ രണ്ടും ഈക്വലായിട്ട് വരണം. തുമ്പുവണ്ണം, കൈയിൻ്റെ തുമ്പുവണ്ണം വരുന്ന ഭാഗമാണിത്. അതായത് ഈ തുമ്പുവണ്ണം എന്ന് പറയുന്നത് ഇതാണ് പറയണത്. ഇവിടെ നിന്ന് കൈയിൻ്റെ തുമ്പുവണ്ണം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം വരുന്ന ഭാഗം കറക്റ്റ് ഈക്വലാക്കി വെക്കണം. ഈ ഭാഗം കറക്റ്റ് ഈക്വലൊന്നും അല്ലെങ്കിലും വ്യത്യാസം. ഇവിടെ കണ്ടില്ല, ഇവിടെ രണ്ടും ഡിഫറെൻ്റായിട്ട് ഇത്ര വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത്. ഈ ഒരു പാർട്ടായിട്ട് കണ്ടോ, ഈ ഒരു പാർട്ട് കണ്ടോ, ഇത്ര വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എന്ത് നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഭാഗം നമ്മൾ ഈക്വലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മെറ്റീരിയലിൽ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ടിരിക്കണം. പിന്നെ നമ്മൾക്ക് അളവെടുക്കേണ്ട തുണി എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ കയ്യിൽ അളവിൻ്റെ ഡ്രസ്സായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ചോക്ക് എടുക്കുക. നമ്മളപ്പോൾ അതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇടവിട്ടിട്ട് അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ടോ വരയ്ക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് കേട്ടോ, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇവിടം വരെ ഒന്ന് വരച്ചു കൊടുക്കുക. സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചധികം നന്നായിട്ട് ചോക്ക് പൊടി ഉണ്ടാവണം. ഇതിങ്ങനെ നമുക്കതുമ്പോൾ പതിഞ്ഞാലാണ് നമുക്കത് കൃത്യമായിട്ട് കിട്ടുക കേട്ടോ ഫ്രണ്ട്സ്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മെറ്റീരിയലിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഈ സ്ലീവിന് ഷോർട്ട്സിന് ഇത് എടുക്കുമ്പോൾ 1.5 ഇഞ്ചാണ് നമ്മൾ റൈറ്റിലോട്ട് ഇറക്കിയിടുന്നത്, നമ്മൾ കടത്തിയിടുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് എടുക്കണം, ഈ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് എടുക്കണം. ടോട്ടലി അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ 1 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മളപ്പോൾ വെച്ചത്. ഇവിടെ ഇത് ഷോൾഡറിൻ്റെ ഭാഗം, ഈ മുകൾ ഭാഗം കണ്ടോ, ഇവിടെ ഒപ്പാവണം. ഇവിടെ നിന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച ശേഷം നമ്മളിതുപോലെ കൃത്യമായിട്ട് ഈക്വലായിട്ട് വെച്ച ശേഷം നമുക്കിങ്ങനെ പതുക്കെ തട്ടുക. ആ ചോക്ക് പൊടി നമ്മൾ ആവാൻ വേണ്ടിയിട്ടാണ് തട്ടുന്നത്. അതിന് ശേഷം നമ്മളിത് എടുക്കുക. അപ്പോൾ നമുക്ക് അടയാളം കിട്ടി, കണ്ടില്ലേ. അതിന് ശേഷം നമ്മൾ ഇനി ഇവിടെ നിന്ന് പിൻപുറത്തെ സൈഡിൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം. വേണ്ട, ഇങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്, ഇങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്, ഇങ്ങോട്ടേക്ക് ആവരുത്, ഇങ്ങോട്ടേക്ക് താഴാനും പാടില്ല, ഇങ്ങോട്ടേക്ക് താഴരുത്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കണ്ടോ, ഇങ്ങനെ കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു അളവ് ഇതുപോലെ വരയ്ക്കുക, മനസ്സിലായില്ലേ. അതിനുശേഷം 1.5 ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പ് ഇടുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ 1.5 ഇഞ്ചിനുള്ള അളവിനനുസരിച്ചുള്ള ഇത് ഇങ്ങനെയും കൊടുക്കാം, മനസ്സിലായോ. ഇതാണ് നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മൾ 1 ഇഞ്ച് നമ്മൾ നീക്കി വെച്ചിട്ട ശേഷമാണ് ഈ ഭാഗത്ത് ചെയ്തത്. പക്ഷേ ഈ ഭാഗത്ത് 1/2 ഇഞ്ച് നമ്മൾ നീക്കി വെച്ചിട്ടില്ല. നമുക്ക് ഇവിടെ 1/2 ഇഞ്ച് നീക്കി വയ്ക്കാൻ നമ്മൾ ഇതിൽ തുണിയിൽ ഇത്ര കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത ശേഷം 1/2 ഇഞ്ച് നമ്മളിവിടെ 1/2 ഇഞ്ച് വെക്കണമല്ലോ. ആ 1/2 ഇഞ്ചിനനുസരിച്ച് ഇവിടം വരെ എത്തും നമ്മുടെ ശരിക്കും അളവ്. തൊട്ടിപ്പുറത്തും കൂടിയും വരും, മനസ്സിലായി. ഇപ്പുറത്തേക്ക് കടന്നു നിൽക്കും 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഇവിടെ നിന്ന് കൂടെ. അപ്പോൾ നമ്മുടെ കയ്യിൽ തുണി ഇല്ലാത്തത് കൊണ്ടാണ് ഈ 1/2 ഇഞ്ചും കൂടി എടുക്കാതിരുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ട് ഈ ഒരു ഡ്രോയിൽ കൂടി 1/2 ഇഞ്ചിൻ്റെ ഈ ഡ്രോയിൽ കൂടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക വേണ്ടു. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് രീതിയിൽ തന്നെ നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ലീവ് കട്ടിങ്. അതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ
ഈ ഒരു കുഴിച്ച് വെട്ടുന്നൊരു ഭാഗമുണ്ട്, അത് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗം പിന്നെ നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് സ്ലീവിൻ്റെ അതേപോലെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇതേപോലെ ഈ ഭാഗത്തും ഇതുപോലെ വരച്ചിട്ട് ഈ ഭാഗത്തു നിന്ന് അടയാളം എടുക്കണം. അല്ലാന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് നേരിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ പകുതിക്ക് ഇങ്ങനെ വരുന്ന രീതി, വളരെ അധികമല്ല, ചെറിയ രീതിയിലൊന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി. അത്രയാണ് ചെയ്യാനുള്ളതുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഒരുപാട് അങ്ങോട്ട് നമ്മൾ അളവെടുത്തെല്ലാം വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ അളവെടുത്ത് വരുമ്പോൾ വളരെയധികം കഷ്ടപ്പാടാണ് തുടക്കക്കാർക്കൊക്കെയും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഡ്രസ്സിൻ്റെ അതിനനുസരിച്ച് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നിന്ന് ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ കൈക്കുഴി വന്ന് മുട്ടുന്ന ഭാഗം. അതായത് ഈ ഭാഗത്ത് കൈക്കുഴി വന്ന് മുട്ടുന്ന ഭാഗം ഇതാണ്, ഈ ഒരു പോയിൻ്റാണ്. പക്ഷേ ഇതിൻ്റെയും ഈ രണ്ട് ഭാഗത്തിൻ്റെയും പകുതി സെൻറ്റർ വരെയുള്ള ഭാഗത്തിലേക്ക് മാത്രമാണ് ചെറുതായിട്ടൊന്നിങ്ങനെ കുഴിച്ച് കൊടുക്കേണ്ടുള്ളൂ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കടത്തി കൊടുക്കുക. അത് റൈറ്റ് സൈഡിലേക്ക് മാത്രം കേട്ടോ, ഒരെണ്ണത്തിന് മാത്രം ഇങ്ങനെ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം, ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ ആദ്യം ഇതുപോലെ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടം വരെ എത്തിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഫുള്ള് എത്തിക്കുക. നമ്മൾ ഇവിടെയാണ് കേട്ടോ ഈ അരയിഞ്ച്, ഇവിടേക്ക് ഒരു തുണി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിൽ കട്ട് ചെയ്യാൻ പറയണത്. ഇതിങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇവിടം വരെ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, ഇതിന് ശേഷം നിവർത്തിയിടും. ഇതിങ്ങനെ നിവർത്തിയിട്ട ശേഷം മാത്രം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളൊരു ഭാഗം കൂടി ഒന്ന് കുഴിച്ചു വെട്ടും. ഇവിടം തൊട്ട് ഇവിടം വരെ ഒന്ന് ചെറുതായിട്ട് കുഴിച്ചു. മനസ്സിലായിരുന്നു? ഈ ഇവിടെ സർക്കിളിന് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗത്തിൻ്റെ പകുതി വരെയുള്ള ഭാഗത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇത്ര പോർഷനിൽ മാത്രം ചെറുതായിട്ട് നേരിയ രീതിയിൽ കുഴിച്ചു വെട്ടും. ഇതാണ് നമുക്ക് അളവൊന്നും എടുക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സ്ലീവ് കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ അളവ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിവിടേക്ക് നമ്മൾ 1 ഇഞ്ച് ഇടണം. എന്നാൽ ആ ഒരു പോയിൻ്റ് മറക്കരുത്. കൈത്തുമ്പ് മടക്കി വയ്ക്കാനുള്ളതാണ്. മുകൾ ഭാഗം 1/2 ഇഞ്ച് ഇടണം. നമ്മുടെ ആ കറക്റ്റ് അളവിൽ തന്നെ ആണ് നമ്മൾ വരച്ചത്. അതിന് ശേഷം ഈ 1/2 ഇഞ്ച് ഇടുന്നത് നമ്മുടെ ആ കൈക്കുഴിയുടെ ഈ ഭാഗത്തെ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗം ഉണ്ടല്ലോ, തയ്യൽ തുമ്പ്, ആ ഒരു ഭാഗമാണ്. അപ്പോൾ 1/2 ഇഞ്ച് കൂടി കടത്തിയിട്ട് പുറത്ത് കൂടി എടുക്കണം. ഇവിടെ 1/2 ഇഞ്ചിന് ഇവിടേക്ക് കടക്കാനായിട്ട് ഇതിൽ വീതിയില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് വീതിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ കട്ട് ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഈ അളവിലാണ് കട്ട് ചെയ്യേണ്ടത് ഇവിടം വരെ. ഓക്കെ, അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് ഇവിടെ അതിൻ്റെ പകുതി ഭാഗത്തിൻ്റെ ഇത്ര ഭാഗത്തിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വിട്ടാൽ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നിവർത്തിയിടണം. 1 ലൈനിലായിട്ട് ഇങ്ങനെ നിവർത്തിയിടണം. രണ്ട് സ്ലീവിൻ്റെ ആകുമ്പോൾ 2 സ്ലീവിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് നിവർത്തിയിടണം. മനസ്സിലായോ? ഇതേപോലെ ഒരെണ്ണത്തിന് നിവർത്തിയിട്ട് പോലെ രണ്ടാമത്തേൻ്റെ അടിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉള്ളിൽ നല്ല വശം ചെയ്ത് തരുന്ന രീതിയിലായിരിക്കണം. ഇത് പൊട്ടവശമായിരിക്കണം മുകളിൽ നിൽക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും പുറകു ഭാഗം, രണ്ടാമത്തേൻ്റെ പുറഭാഗം അതുപോലെ നല്ല പൊട്ടവശനായിരിക്കണം. ഉൾഭാഗം മാത്രമായിരിക്കും നല്ല വശം വരുന്ന രീതിയിൽ വയ്ക്കേണ്ടത്. അങ്ങനെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ വശം തെറ്റാതിരിക്കുക. എന്നിട്ട് കുഴിച്ച് വെട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അടയാളം ഇങ്ങനെ ഇട്ട് കൊടുക്കുക, വശം തെറ്റി പോകാതിരിക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇതിലുള്ള അളവിൽ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ മുകളിൽ നിന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇത് രണ്ടിലും ഏതെങ്കിലും രീതിയിൽ കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുഴിച്ച് വെട്ടാൻ പാടില്ല. ആദ്യം കുഴിച്ച് വെട്ടാതെ ഇങ്ങനെയുള്ള ആ ഒരു ഓർഡറിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഓർഡറിലാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒന്നൊരു കട്ട് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഈ ഒരു ഭാഗം കുഴിച്ച് വെട്ടാനുണ്ടല്ലോ, ഇത് 2 സ്ലീവിൻ്റെ ഇതേപോലെ ഉണ്ടായിരിക്കും. 2 സ്ലീവ് ഉണ്ടാകുമ്പോൾ ഇതിപ്പോൾ ഒരു സ്ലീവ് ഉള്ളത് 2 സ്ലീവ് ഇതേപോലെ തന്നെ നിർത്തിയിടുക. നല്ല വശം വരുന്ന രീതിയിൽ തന്നെ ഇരിക്കും. അങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തുള്ള ഇങ്ങനെ ഫുള്ളായിട്ട് നിർത്തിയിട്ട ശേഷം ഈ ഒരു സൈഡ് മാത്രം ഇവിടെ നിന്ന് കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു അളവിൽ ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, കണ്ടോ, ഈ ഒരു അളവിൽ ഇത് കട്ട് ചെയ്ത് മാറ്റാം.
മനസ്സിലായി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് രണ്ട് ഭാഗത്ത്. അപ്പോൾ എന്നിട്ട് ഇതിവിടെയും അതേപോലെ അതിൻ്റെ അപ്പുറത്തെ മറ്റേ ഭാഗത്തിൻ്റെ പിൻഭാഗത്ത് മറ്റേ ഭാഗത്തിൻ്റെ ഒരു രണ്ടാമത്തെ സ്ലീവിൻ്റെ പിൻഭാഗത്ത് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിടാം. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും വശം മാറില്ല. ഓക്കെ. എന്നിട്ട് ഈ ഭാഗം നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കി തയ്ക്കാനുള്ളതാണ്. ഇങ്ങനെ മടക്കി വയ്ക്കാനുള്ളതാണ് 1 ഇഞ്ചിൽ. അങ്ങനെയാണ് നമുക്ക് തയ്ച്ച് വരേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.